സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റൈസ് ഏഗൻ. നിങ്ങളുടെ സ്വന്തം ഏകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ തുടങ്ങുന്നത്. എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തു. നിങ്ങളുടെ സ്കൂളിൽ ഈ ചാപ്റ്റർ സൗണ്ട് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. വളരെ വേഗത്തിലൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ്. ആരും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ഈ ചാപ്റ്റർ വളരെ വേഗത്തിൽ സിമ്പിളായിട്ട് 15 മിനിറ്റോട് പഠിക്കാൻ പോവാം. ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാവും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടാതെ ഈ വീഡിയോ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് സൗണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സൗണ്ട് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയവിനിമയത്തിൻ്റെ ടൂളാണ് എന്ത്? ശബ്ദം എന്ന് പറഞ്ഞാൽ. ഈ ശബ്ദം ഉണ്ടാക്കുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ശബ്ദ സ്രോതസ് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് സൗണ്ട്. അത് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? മനുഷ്യനിർമ്മിതം, മാൻമെയ്ഡ്. രണ്ടാമത്തത് നാച്ചുറൽ. ഇതേപോലെ ചോദ്യം തരും, എന്നിട്ട് പറയും ഇതിനെന്ത് ചെയ്യണം, ഈ പട്ടിക തിരിച്ച് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ പറയും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ലിപ്സ്, വോക്കൽ കോഡ്, സൗണ്ട് ഓഫ് ബേർഡ്സ്, ഇത് 3 എന്താണ്? നാച്ചുറൽ സൗണ്ട്സ് ആണ്. ബാക്കി ചെണ്ട, ഫ്ലൂട്ട്, വയലിനൊക്കെ എന്താണ്? മാൻമെയ്ഡ് ആണ്. ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. പക്ഷേ ഈ ഒരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശബ്ദമുണ്ടാക്കുന്ന ഉപകരണങ്ങളായ വീണ, വയലിൻ, നിലത്താളം, തബല, ഹാർമോണിയം, ചെണ്ട, ഇതിനെയൊക്കെ ബോഡി പാർട്സിൽ ഏത് ബോഡി പാർട്ടാണ് വൈബ്രേറ്റ് ചെയ്യുക? നമുക്കറിയാം, വീണ തന്തുക്കളാണ്, സ്ട്രിങ്സ് ആണ്. വയലിൻ സ്ട്രിങ്സ് ആണ്. ഇലത്താളം അതിൻ്റെ ബോഡി തന്നെയാണ് മുട്ടുന്നത് അല്ലേ? തബല വലിച്ചു കെട്ടിയ ഡയഫ്രം അല്ലെങ്കിൽ അതിൻ്റെ മെംബ്രെയിൻ ആണ് അല്ലേ? സോ ഹാർമോണിയം റീഡ്സ് ആണ് അല്ലെ, നമ്മളിങ്ങനെ ഞെക്കുന്ന ഡീൻ 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 ആ സാധനം. സോ കൂടാതെ വൈബ്രേറ്റ് ചെയ്ത വസ്തുക്കൾ. ഇപ്പോൾ ചെണ്ടയാണെന്നുണ്ടെങ്കിൽ ദ വുഡൻ ഫ്രെയിം, പിന്നെ ദ എയർ കോളം ഇൻസൈഡ് ദ ചെണ്ട, ഉള്ളിലുള്ള വായുരൂപം. എല്ലാത്തിനും എന്തുണ്ട് മക്കളെ? വായുരൂപമുണ്ട്. ആർക്കൊഴിച്ച്? ഇലത്താളത്തിന് ഒഴിച്ച്. മനസ്സിലാവുന്നുണ്ടല്ലോ? വളരെ സിമ്പിളായ കാര്യമാണ്, കൃത്യമായി എഴുതാൻ സാധിക്കും. ഇനി ഇതാണ് മറ്റൊരു രസകരമായ കാര്യം കേട്ടോ. ശബ്ദമുണ്ടാക്കുന്ന ജീവികൾ, ഹണിബി, തേനീച്ച, അതിൻ്റെ വിങ്സ് ആണ് എന്തുണ്ടാക്കുന്നത്? ശബ്ദമുണ്ടാക്കുന്നത്. കൂടാതെ എലിഫൻറ്റ്, മനുഷ്യന്മാരൊക്കെ വോക്കൽ കോഡ്സ് ആണ് അല്ലേ? മൊസ്കിറ്റോ അറിയാലോ, മൊസ്കിറ്റോ. കൊതുക് എന്താണ്? ചിറകിട്ടടിക്കുക ചെയ്യുക. ക്രിക്കറ്റ്, സിക്കാട, ചീവീട് എന്താണ്? ചിറകിട്ടടിക്കുക ചെയ്യുക. കുക്കു കുക്കു, ആരാത്? കൊയില്. വോക്കൽ കോഡ്സ്. ക്ലിയർ ആണല്ലോ? സോ ഇതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ചോദ്യമാണ് ഇത്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി പഠിച്ചു വെക്കുക, സൗണ്ട് നീഡ്സ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ മാധ്യമം ആവശ്യമാണ്. ഇത് കണ്ടാൽ അറിയാം, കണികകൾ വളരെ അടുത്തടുത്താണ്. ഖരപദാർത്ഥം ഇതെന്താണ്? ദ്രാവകം ഇതെന്താണ്? വാതകം, ഗ്യാസ്. ഇതിലെവിടെയാ സ്പീഡ് കൂടുക? ഉറപ്പായിട്ടും എവിടെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, എന്നാലും ഒന്നുകൂടി നമുക്ക് നോക്കാം. ഗ്യാസ് കൂടി നമ്മൾ നോക്കുകയാണ്, എയർ കൂടി നമുക്കറിയാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ സംസാരിക്കുന്നത് എവിടെയാണ്? വായുവിൽ കൂടിയാണ്. ക്ലിയർ അല്ലേ? കൂടാതെ വെള്ളത്തിൽ കൂടെ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. വെള്ളത്തിൽ കൂടി ശബ്ദം സഞ്ചരിക്കാറുണ്ട് അല്ലേ? സോ ഈ സോണാർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? 8ൽ പഠിച്ചാണ് സോണാർ. അതേപോലെ ജീവജാലങ്ങൾ, കടലിലെ ജീവജാലങ്ങൾ, പുഴയിലെ ജീവജാലങ്ങൾ ഒക്കെ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. പിന്നെ സബ്മറൈൻസ് ഒക്കെ മുന്നോട്ടേക്ക് പോകുന്നത് ശബ്ദം പുറപ്പെടുവിച്ചാണ്. ഓക്കെ ആണല്ലോ? പിന്നെ എവിടെയാണ്? ഖരപദാർത്ഥത്തിൽ. ഇതെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഉണ്ടാക്കി നോക്കാണ്ടി. നൂലാണിത്. നൂലെന്താണ്? സോളിഡ് ആണ്, ഖരപദാർത്ഥമാണ്. ശബ്ദത്തെ പ്രേഷണം ചെയ്യും. ഇതിലാരാ വേഗത്തിൽ എന്നാണ് നമ്മൾ ചോദിക്കുക. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ശബ്ദം ഏറ്റവും വേഗത്തിൽ പോകും എവിടെയാണ്? സോളിഡിലാണ്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ഫാസ്റ്റ് ഇൻ എയർ, ഫാസ്റ്റർ ഇൻ ലിക്വിഡ്, ഫാസ്റ്റസ്റ്റ് ഇൻ സോളിഡ്. മനസ്സിലായോ? ഖരത്തിലാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവ് എവിടെയാണ്? വായുവിലാണ്. അപ്പോൾ നമുക്ക് ആ വേഗത ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാനുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ടിക്ക് ചെയ്ത് തരാം. എയർ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം, 347 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അലൂമിനിയം മസ്റ്റായിട്ട് പഠിക്കണം, 6420 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കൂടാതെ പ്യുവർ വാട്ടർ 1485 ആണ്. ഓക്കെ ആണല്ലോ? ഇത് പഠിക്കണം. ഇത് പഠിക്കാതെ എക്സാമിന് പോകരുത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ശബ്ദം ഒരു ഡാഷ് തരംഗമാണ്, ഡാഷ് വേവ് ആണ്. ഏതെന്നറിയാവോ?
എല്ലാവർക്കും അറിയാം ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. നമ്മൾ ഇതേപോലെ സ്ലിങ്കി അറിയാലോ, വള പോലെയുള്ള ചുറ്റി വെച്ചൊരു കമ്പി ചുറ്റുപോലുള്ള സാധനമാണ്. ഇതിങ്ങനെ കമ്പനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ 2 റീജിയൻസ് ഉണ്ടാക്കും. ഏതൊക്കെ റീജിയൻ നമ്മുടെ വ്യക്തമായി പറയുന്നുണ്ട്, കംപ്രസ്ഡ് റീജിയനും റെയർ ഫ്രാക്ഷൻ റീജിയനും. അതായത് ഉച്ചമർദ്ദ മേഖല, ഇതാണ് ഉച്ചമർദ്ദ മേഖല, മർദ്ദം കൂടിയ മേഖല. ഇതെന്താണ്? നീചമർദ്ദ മേഖല, മർദ്ദം കുറഞ്ഞ മേഖലയാണത്. Okay, so when an object vibrates and produces sound, the particles of the medium at the point of generation begins vibrate. വായു എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. അങ്ങനെ കമ്പനം ചെയ്യുമ്പോൾ മർദ്ദത്തിൽ വ്യതിയാനമുള്ള കംപ്രസ്ഡ് റീജിയനും റെയർ ഫ്രാക്ഷൻ റീജിയനും ഉണ്ടാകും. രണ്ടും എന്താണെന്ന് പഠിച്ചു വെക്കുക. ഒരു വൈബ്രേറ്റിംഗ് ബോഡി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല പ്രഷർ കൂടിയ ഹൈ ഡെൻസിറ്റി ഉള്ള റീജിയൻസ് ആണ് കംപ്രസ്ഡ് അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖലകൾ. ക്ലിയർ ആണ്, മർദ്ദം കൂടിയ മേഖലകളാണ്. ഇനി എന്താണ് റെയർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് മർദ്ദം കുറഞ്ഞ മേഖല പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ എന്തായിരിക്കും? ലോ ഡെൻസിറ്റി ആയിരിക്കും, ലോ പ്രഷർ ആയിരിക്കും. ഈ റീജിയനാണ് എന്ത്? റെയർ ഫ്രാക്ഷൻ റീജിയൻ. സിമ്പിളായ കാര്യമാണ്, ഈ വിശദമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങൾ പഠിച്ചു വെക്കുക. ശബ്ദം കമ്പനം ചെയ്യുമ്പോൾ ഇതേപോലെ മർദ്ദ വ്യതിയാനം ഉണ്ടാക്കിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്, പഠിച്ചു വെക്കാം. ഇനി നമ്മുടെ ചെവിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ചെവി നിങ്ങൾ നോക്ക്, പുറത്തേക്ക് നിൽക്കുന്ന ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ചെവിക്കുട അല്ലെങ്കിൽ പിന്ന. എന്താ പറയാ? പിന്ന. ഈ പിന്നയാണ് ശബ്ദ തരംഗങ്ങളെ കളക്ട് ചെയ്യുക. എന്നിട്ട് നേരെ ഇയർ കനാലിലൂടെ എവിടെ എത്തിക്കും? ഇയർ ഡ്രം അല്ലേ? അവിടെ 3 എല്ലുകളുണ്ട്. എവിടെ? ഇതാണ് ഇന്നർ ഇയർ എന്ന് പറഞ്ഞാൽ, ഇത് മിഡിൽ ഇയർ ആണ് അല്ലേ? ഈ എല്ലുകളിലൂടെ ശബ്ദം സഞ്ചരിച്ച് ഇവിടെ എത്തും. ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യാവും നിങ്ങൾ. ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണിത്. ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ലൊരു പേരാണ്, ക്ലക്ക് എന്നുള്ള സാധനമാണ്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് നോക്കട്ടെ, ഏതാണെന്ന് നോക്കട്ടെ. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. എന്താ പഠിക്കാൻ പോകുന്നത്? ശബ്ദം എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലെത്തുക, നമ്മൾ എങ്ങനെയാണ് കേൾക്കുക. വായിക്കാം. കമ്പനം ചെയ്യുന്ന വസ്തു അതിന് ചുറ്റുമുള്ള വായുവിൽ ദ്രുതഗതിയിൽ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. ഈ മർദ്ദ വ്യതിയാനങ്ങൾ മാധ്യമത്തിലൂടെ സഞ്ചരിച്ച് കർണപുടത്തെ കമ്പനത്തിന് വിധേയമാക്കുന്നു. അങ്ങനെ കർണപുടം ആന്തരിക കർണത്തിലേക്ക്, ഈ എല്ലുകളുണ്ട്, മാലിസ് ഇൻകസ് ടേപ്പിസ് ആണ് ഇവരുടെ പേര്, അതിലൂടെ കമ്പനങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ ക്ലാക്കിലേക്ക് അയക്കും അല്ലേ? അവ ഇവിടെ നിന്ന് ചെയ്യുന്ന അറിയാവോ? ശബ്ദ സിഗ്നലുകൾ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറി നേരെ എങ്ങോട്ടേക്ക് പോകും? തലച്ചോറിലേക്ക് പോകും. തലച്ചോറ് എന്ത് ചെയ്യും? അതിനെ റീജനറേറ്റ് ചെയ്യുകയും ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കണേ. എ വൈബ്രേറ്റിംഗ് ഒബ്ജെക്ട് കോസസ് റാപ്പിഡ് പ്രഷർ വേരിയേഷൻ ഇൻ ദ എയർ അറൌണ്ട് ഇറ്റ്. ദീസ് പ്രഷർ വേരിയേഷൻസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ മീഡിയം ആൻഡ് കോസ് ദ ഇയർ ഡ്രം ടു വൈബ്രേറ്റ്. ദ ഇയർ ഡ്രം propagates these vibration to the inner ear. We experience sound when these vibration or signals reach the brain. ക്ലിയർ ആണല്ലോ? സിമ്പിളായ കാര്യമാണ്. ഇനി നമുക്ക് ചുറ്റും കേൾവിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ, ഒന്ന്, ആശയവിനിമയം നടത്താൻ പറ്റുന്നില്ല അല്ലെ? കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇനി അവർക്ക് എബിലിറ്റി ടു സ്പീക്ക് ഇല്ല, സംസാരശേഷി ഇല്ല. പിന്നെന്താണ്? അപകട സാധ്യത ഉണ്ട് അല്ലേ? നമ്മൾ പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിച്ചേരാതിരിക്കുന്നത് ശബ്ദം കേട്ടുകൊണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇവർക്ക് കേൾവില്ലാത്തതുകൊണ്ട് ആ ഡേഞ്ചർ തിരിച്ചറിയാൻ പറ്റാതെ ആയി പോവുക ചെയ്യാം. ഇനി എന്താണ് നോയ്സ് ആൻഡ് മ്യൂസിക്? അതായത് നമ്മൾ ഒരുപക്ഷെ കേട്ടതായിരിക്കും സംഗീതവും ഒച്ചയും. ഇത് നല്ല രസമാണ് പഠിക്കാൻ അല്ലേ? സൗണ്ട് പ്രൊഡ്യൂസ് വിത്ത് റെഗുലർ വൈബ്രേഷൻസ് ആൻഡ് വിത്ത് കോസ് പ്ലസന്റ് ഫീലിംഗ് ആണെന്ത്? മ്യൂസിക്. ക്രമമായ കമ്പനത്തോടെ ഉണ്ടാക്കുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമാണെന്ത്? നമ്മുടെ സംഗീതം. പക്ഷെ ഒച്ചപ്പാട് എന്താണ്? ക്രമരഹിതമായ കമ്പനാണ് അല്ലേ? കേൾക്കാൻ അരോചകമാണ്. സൗണ്ട് പ്രൊഡ്യൂസ് വിത്ത് ഇറഗുലർ വൈബ്രേഷൻസ് ആൻഡ് വിച്ച് ഈസ് അൺപ്ലസന്റ് ടു ഹിയർ ആണ്. ഒരു രക്ഷണം കേൾക്കാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ? സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നോയ്സ് പൊല്യൂഷൻ നമ്മുടെ അവസാന ഭാഗമാണ്. പരിപാടി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ശബ്ദ മലിനീകരണം. സോ നിങ്ങൾ മനസ്സിലാക്കൂ പ്രിയപ്പെട്ട കുട്ടികളെ, എന്താണ് ശബ്ദ മലിനീകരണം? presence of excessive or unwanted sounds in the environment is called noise pollution. നമ്മുടെ പരിസ്ഥിതിയിൽ അമിതമായതോ അനാവശ്യമായതോ ആയ ശബ്ദങ്ങളുടെ സാന്നിധ്യമാണെന്ത്? ശബ്ദ മലിനീകരണം.
ക്ലിയർ ആണല്ലോ. ഇതുമൂലം നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? ട്രാഫിക് ജാം ഉണ്ടാക്കുന്നുണ്ട്, ബേസ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ് പടക്കം പൊട്ടിക്കുന്നത്, സൗണ്ട്സ് ഓഫ് മെഷീൻസ് മെഷീനിലുള്ള ശബ്ദം, ലൗഡ് സ്പീക്കർ അല്ലേ, ഇതൊക്കെ എന്തുണ്ടാക്കുന്നുണ്ട്? നമുക്ക് ശബ്ദം അധികമായിട്ട് നമ്മളെ കേൾപ്പിച്ച് നമുക്ക് ആകെ മൊത്തം പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ശരിയാണല്ലോ. ഇനി മനസ്സിലാക്കി വെച്ചോളൂ ഇതിന്റെ ഹാംഫുൾ എഫക്ട്സ് എന്തൊക്കെയാണ്. ഹാംഫുൾ എഫക്റ്റ് എന്തൊക്കെയാണ് നമുക്ക് പ്രത്യേകം പറയാൻ സാധിക്കും. ഏതൊക്കെയാണ്? ഇതാണ്. ഏതൊക്കെയാണ്? നമുക്ക് ഹെഡ് വേക്ക് ഉണ്ടാക്കും, തലവേദന ഉണ്ടാക്കും. പിന്നെ നമുക്ക് ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കം അല്ലെ, നല്ല സൗണ്ട് കേട്ടാൽ നമുക്ക് ഉറക്കം വരുമോ? ഉറക്കം വരില്ല, അതും വലിയൊരു പ്രശ്നമാണ്. കൂടാതെ ഹൈപ്പർ ടെൻഷൻ, ബി പി കൂടും. വലിയ ശബ്ദം കേട്ടാൽ എന്താവും? ബി പി കൂടി വലിയ ബുദ്ധിമുട്ട് കടക്കാറുണ്ട്. കൂടാതെ ആങ്സൈറ്റി, വലിയ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ആ ടെൻഷനെ കൂടിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ a person who is exposed to a loud sound continuously may get temporary or even permanent impairment of hearing. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. അതായത് തുടർച്ചയായി ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുന്ന ഒരാൾക്ക് താൽക്കാലികമായോ സ്ഥിരമായോ എന്തുണ്ടാകും? കേൾവിക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി അവസാനത്തെ ടോപ്പിക്കാണ് നമ്മൾ ഈ നോയിസ് പൊല്യൂഷൻ കുറയ്ക്കുവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ശബ്ദത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ശബ്ദം നിയന്ത്രിക്കാൻ നാം ശബ്ദസ്രോതകളെ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. ടു കൺട്രോൾ നോയിസ് വി മസ്റ്റ് കൺട്രോൾ ദ സോഴ്സസ് ഓഫ് നോയിസ്. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. ഹൗ ക്യാൻ ദിസ് ബി അച്ചീവ്ഡ്? എങ്ങനെ സാധിക്കും നമുക്ക്? എന്ത് ചെയ്താൽ മതി? ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ട്രീസ് മസ്റ്റ് ബി പ്ലാന്റഡ് അലോങ് ദ റോഡ്സ് ആൻഡ് അറൌണ്ട് ദ ബിൽഡിംഗ്സ് ടു കട്ട് ഡൗൺ ഓൺ ദ സൗണ്ട്സ് റീച്ചിങ് ദ റെസിഡൻസ്. അതായത് റോഡുകളിലും കെട്ടിടങ്ങളിലും ചുറ്റും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. എയർക്രാഫ്റ്റ് എഞ്ചിനുകൾ, ഗതാഗത വാഹനങ്ങൾ, വ്യാവസായിക യന്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ എന്നിവ നിശബ്ദമാക്കുന്നതിനുള്ള ഉപകരണങ്ങൾ, അതായത് നമ്മൾ പറയാറില്ലേ സൈലൻസറുകൾ അല്ലേ, സൈലൻസിങ് ഡിവൈസ് എന്ത് ചെയ്യുക? അതിനെ മുകളിൽ പിടിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. കൂടാതെ ശബ്ദമുണ്ടാക്കുന്ന വ്യവസായങ്ങൾ പരമാവധി ജനവാസ മേഖലയിൽ നിന്ന് ദൂരേക്ക് മാറ്റുക. നോയിസ് പ്രൊഡ്യൂസിംഗ് ഇൻഡസ്ട്രീസ് ഷുഡ് ബി സെറ്റപ്പ് എവേ ഫ്രോം റെസിഡൻഷ്യൽ ഏരിയ. ക്ലിയർ ആണല്ലോ. കൂടാതെ യൂസ് ഓഫ് ഓട്ടോമൊബൈൽ ഹോൺ ഷുഡ് ബി മിനിമൈസ്ഡ്. നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ ഇതേപോലെ ഭയങ്കരമായിട്ട് വാഹനങ്ങളിൽ എന്താ പറയുക ഹോണുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പരമാവധി കുറച്ച് വെക്കുക. അനാവശ്യമായിട്ട് എന്ത് ചെയ്യാതിരിക്കുക? ഇത്തരം ഹോണുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. കൂടാതെ ടി വി ആൻഡ് മ്യൂസിക് ഷുഡ് ബി റൺ അറ്റ് ലോ വോളിയം. നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് സാധിക്കും? നമ്മുടെ ചുറ്റുമുള്ള ഈ ഒരു സൗണ്ട് പൊല്യൂഷൻ പരമാവധി കുറച്ച് നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റായ ഒരു ജീവിതം ആസ്വദിക്കാൻ സാധിക്കും. മക്കളെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. എന്ത് രസമായി ഈ ചാപ്റ്റർ. സോ നല്ല ഭംഗിയായിട്ട് ഈ ചാപ്റ്ററുകൾ പഠിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഈ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് ബി യുവർ AK, നിങ്ങളുടെ സ്വന്തം AK ആണ്. ബൈ ഓൾ.